ഈ കിഡ്നി തരുന്നത് പൂർവ്വജന്മത്തിലെ ശത്രുവാണ്. പൂർവ്വജന്മത്തിലെ ശത്രുവിൻ്റെ കിഡ്നി സ്വീകരിച്ചാൽ മൃത്യുവാണ് ഫലം. അപ്പോൾ പൂരുരുട്ടാതി നക്ഷത്രമാണ്. പ്രധാന ദോഷങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് വാഹനങ്ങളിൽ നിന്നുള്ള ദോഷം, ഇരുമ്പ് സാധനങ്ങളിൽ നിന്നുള്ള ദോഷം. നമസ്കാരം. വിധികളെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്. വിധിയെ മാറ്റി എഴുതാൻ വിധികർത്താവിന് പോലും കഴിയില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവമുണ്ടാക്കുന്ന വിധി അല്ലേ, ഈ പ്രപഞ്ചത്തിലെ ശക്തി നമ്മൾ പലതായി കാണും. പക്ഷേ ഈ പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട്. ആ ശക്തി ഒരാളെ സൃഷ്ടി സമയത്തുണ്ടാക്കുന്നൊരു വിധിയുണ്ട്. ആ വിധിയെ മറികടക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വിധിയെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. എനിക്ക് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് ഉറ്റ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അതിലൊരാളാണ് നമ്മുടെ അവർ കോളേജ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ കോളേജിലെ അച്യുതൻ നായരും ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്ന രണ്ടുപേര്. അവർ ഒരു നെടുമങ്ങാടെന്ന് പറയുന്നൊരു സ്ഥലത്ത് നിന്ന് ട്യൂട്ടോറിയൽ കോളേജ് നടത്തിയിരുന്ന വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ സാറിന് തന്നെ 100 വയസ്സിന് മേളിലായി അച്യുതൻ നായർ സാറിന്. ബാലകൃഷ്ണൻ നായർ സാർ ഈ അടുത്ത കാലത്ത് മരിച്ചു, ഒരു 3-4 വർഷത്തിന് മുമ്പ്. അപ്പോൾ ഇവിടെ വന്ന ട്യൂട്ടോറിയൽ കോളേജ് തുടങ്ങി. ഞങ്ങളൊക്കെ അവർ കോളേജിൽ പഠിക്കുക, അഭിമാനത്തോടുകൂടി പഠിപ്പിക്കുകയാണ്. ലക്ഷക്കണക്കിന് കുട്ടികളാണ് പഠിക്കുന്നത്. അപ്പോൾ ആ അച്യുതൻ നായർ സാറിൻ്റെ മകനാണ് ജ്യോതി. അദ്ദേഹത്തിന് നല്ല വെളുത്ത് തുടുത്ത് ഒരു ക്ലാസ്സിലെ അങ്ങനെയാണ്, ചുവന്ന നിറമാണ്. ഞാനിങ്ങനെ പലപ്പോഴും പണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവൻ എങ്ങനെയാണ് ഈ ചുവന്ന നിറം വന്നത്. നന്നായിട്ട് പഠിക്കും. ഞാനൊക്കെ മണ്ടന്മാരുടെ ലിസ്റ്റിൽപ്പെട്ടതാണെന്നാണ് എൻ്റെ കണക്കൂട്ടൽ. അങ്ങനെ മിടുക്കനൊന്നും ആയിരുന്നില്ല. കലാപരമായ കാര്യങ്ങൾക്കെല്ലാം മിടുക്ക് കാട്ടി നടന്നതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസപരമായിട്ട് പുറകിലൊന്നും ആയിരുന്നില്ല. കാരണം മോഡൽ സ്കൂളിൽ പഠിക്കുക എന്നുള്ളത് 100% മാർക്കാണ്. മോഡൽ സ്കൂളിൽ പഠിക്കുന്നവർക്ക് 100% മാർക്കല്ല, 100%. അന്നത്തെ SSLC പരീക്ഷയ്ക്ക് 100%. വളരെ മിടുക്കാണ്. ഇവിടുത്തെ കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് പേര് IAS-കാരും IPS-കാരും ഒക്കെ അവിടെ പഠിച്ച് വന്നിട്ടുള്ളതാണ്. ഒരുപാട് വലിയ ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ. അങ്ങനെ ഒരു മോഡൽ സ്കൂളെന്ന് പറയുന്നത്, ഇന്ന് പലതും മോഡൽ സ്കൂളാണ്. അന്ന് തിരുവനന്തപുരത്തെ മോഡൽ സ്കൂളെന്ന് പറയുന്നത് തെക്കാട് മോഡൽ സ്കൂളാണ്. അത് ബ്രിട്ടീഷുകാരുടെ ബിൽഡിങ്ങാണ്. പല സിനിമകളിലും അത് കോടതിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു വശം, ഒരു ഭാഗം. അപ്പോൾ ജ്യോതിയുടെ അടുത്ത് ഞാനിന്ന് പോയിരുന്നു. വേറെ ഒന്നുമല്ല, ഈ ഗ്യാസ്, ഞാൻ ടീച്ചറിൻ്റെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഗ്യാസിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാലത്ത് എവിടെയെങ്കിലും ഒരു വീട് വേണമെന്ന് തോന്നിയാൽ, ഒരു കല്യാണം കഴിക്കണമെന്ന് തോന്നിയാൽ ഒരു ഗ്യാസ് കുറ്റി വേണമല്ലോ സ്വന്തമായിട്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് വരുമ്പോൾ താമസിച്ചിരുന്ന ഒരു വീട്ടിൻ്റെ പേരിൽ ഒരു വിലാസം ഉണ്ടാക്കുകയും, ഈ ജ്യോതിക്ക് ഡോക്ടറായി ജ്യോതി ദേവിക്ക് അവർ ഗ്യാസ് കണക്ഷൻ്റെ പേരിൽ ഒരു ഓഫീസുണ്ട്. അപ്പോൾ ജ്യോതിയിൽ നിന്ന് ഞാൻ 2 കുറ്റികൾ നേരത്തെ എടുത്തു വെച്ചു. ജീവിതത്തിൽ സ്വന്തമെന്ന് പറയാൻ ഉള്ളതൊരു ഗ്യാസ് കുറ്റിയാണെന്ന് ഞാനിങ്ങനെ തമാശയായിട്ട് വിചാരിക്കും. നമ്മുടെ പേരിലുള്ളതൊരു ഗ്യാസ് കുറ്റിയാണ്. പിന്നെ അന്ന് 3-4 പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളൂ. ടീച്ചർ വന്നതിന് ശേഷമാണ് ജീവിതത്തിൽ മറ്റൊരാൾ കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടായത്. ജീവിതത്തിൽ നമുക്കൊരാളുണ്ടെന്നുള്ള തോന്നൽ. അത് കഴിഞ്ഞാൽ അടുക്കളയിലാണല്ലോ ഈ സ്ത്രീകളുടെ നമ്മുടെ ഈ പാചകം ചെയ്യാനുള്ള സാധനം. അപ്പോൾ ഈ ഗ്യാസ് കുറ്റി. അപ്പോൾ ഇന്നലെ ഒരു അറിയിപ്പ് വന്നു. പണ്ടൊക്കെ നമുക്ക് ഗ്യാസ് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ആ ഗ്യാസ് കൊണ്ടുവരുന്ന ആളുമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ കിട്ടും. ഇപ്പോൾ അതല്ല. ഈ നാളെ മുതൽ 15-ാം തീയതിക്ക് മുമ്പ് നമ്മുടെ KFC ശരിയായിട്ടില്ലെങ്കിൽ ഗ്യാസ് കണക്ഷൻ കിട്ടില്ല എന്ന് ഒരു അറിയിപ്പ് വന്നു മൊബൈലിൽ. നിങ്ങൾക്ക് ഗ്യാസ് കുറ്റി നിങ്ങളുടെ പേരിലുണ്ടെങ്കിൽ അത് നാളെ തന്നെ അത് എൻ്റർ ചെയ്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഇനി ഒരിക്കലും ഗ്യാസ് നിങ്ങളുടെ പേരിൽ കിട്ടില്ല എന്ന് വന്നു. അങ്ങനെ ഞാനും ടീച്ചറോട് ഇന്ന് ഡോക്ടർ ജ്യോതിയെ കാണാനായിട്ട് എവിടെ ചെന്നു. അദ്ദേഹം അപ്പോൾ തന്നെ അതെല്ലാം ശരിയാക്കി തന്നു. കാരണം 5-6 മാസമായിട്ട് അത് എടുക്കാൻ പറ്റില്ല. 5-6 മാസമല്ല, 5-6 വർഷമായിട്ട്. കാരണം ഞങ്ങളൊക്കെ കാന്തല്ലൂരും പിന്നെ ടീച്ചറിനൊരു ഗ്യാസ് കുറ്റി ഉള്ളതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ അതുകൊണ്ടൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പോവുമായിരുന്നു. പക്ഷേ ഇനിയിപ്പം കാന്തല്ലൂരിലും അവിടെ നിന്ന് പിന്നെ എടുക്കുമായിരുന്നു. അവിടെ കുറ്റി കൊടുത്താൽ അവിടെ ഗ്യാസ് കണക്ഷൻ കിട്ടുമായിരുന്നു. കണക്ഷനല്ല, ഗ്യാസ് കുറ്റി കിട്ടുമായിരുന്നു. ഇപ്പോൾ ഗ്യാസിൻ്റെ കാലവും കഴിഞ്ഞു. അപ്പോൾ എല്ലാവരോടും ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്, 15-ാം തീയതി വരെ മാത്രമേ ഗ്യാസിൻ്റെ KYC എടുത്തില്ലെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ കണക്ഷൻ, നമ്മുടെ പേരിലുള്ള കണക്ഷൻ എന്നേക്കുമായി നഷ്ടപ്പെടും. അത് മോദി ഗവൺമെൻറ് കൊണ്ടുവന്ന ഈ ഒരുപാട് ഗ്യാസ് കണക്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ അവരെ എല്ലാം ഒന്ന് ലിമിറ്റ് ചെയ്ത് എത്ര പേരാണ് ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്നതൊക്കെ അറിയാനായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നതാണ്. ഞാനിത് പറയാനുള്ളതിൻ്റെ കാരണം, ഒരു ദിവസം ഞാൻ കാന്തല്ലൂർ ആശ്രമത്തിൽ, എന്ന് പറഞ്ഞാൽ അന്ന് ടീച്ചറെ കല്യാണം കഴിച്ചിട്ടില്ല, ഞാൻ കാന്തല്ലൂർ ആശ്രമത്തിൽ ഇരിക്കുമ്പോൾ ഒരാളിങ്ങനെ പെട്ടെന്ന് എൻ്റെ മുറിയിലേക്ക് വന്ന് കയറി. ഞാൻ മുമ്പ് കണ്ടിട്ടൊന്നുമില്ല. വന്ന് കയറിയിട്ട് സുനിൽജി, ഞാൻ തിരുവനന്തപുരത്തുള്ള ആളാണ്,
ഞാനിവിടെ ഇവിടെ അടുത്ത് കാന്തല്ലൂർ ഒക്കെ ഒന്ന് കാണാനായിട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞു വണ്ടിയിൽ ആരുണ്ട്? അതെൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വിളിക്കാമല്ലോ. അല്ല അവർക്ക് കയറാൻ പറ്റത്തില്ലാത്തതോ. ശരി അവിടെ ഇരുന്നു. അപ്പോൾ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്തിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു താങ്കൾ എന്തെങ്കിലും ഓപ്പറേഷൻ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വല്ലതും ഉണ്ടോ ജീവിതത്തിൽ? അപ്പോൾ പുള്ളി എൻ്റെ മുഖത്തിങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിട്ട് പറഞ്ഞു അതെ എനിക്കിങ്ങനെ ഒരു കിഡ്നി ഫെയിലിയറാണ്, ഞാനതങ്ങനെ മാറ്റിവെക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. എന്ത് പറയണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ഡോക്ടർ ജ്യോതിയുടെ സഹോദരനാണ് ഈ പ്രദീപ് എന്നുള്ള ആണാണ് പേരെന്ന് എൻ്റെ ഓർമ്മ എന്ന് എനിക്കറിയാൻ വയ്യ. അപ്പോൾ ഞാൻ പറഞ്ഞു താങ്കൾ ഈ കിഡ്നി മാറ്റിവെക്കാൻ തീരുമാനിച്ചു? തീരുമാനിച്ചു. പണം കൊടുത്തു. 80 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്തു. എവിടെയാണ് മാറ്റിവെക്കുന്നത്? എറണാകുളത്തൊരു വലിയ ഹോസ്പിറ്റൽ, പിന്നീട് കുപ്രസിദ്ധിയായിട്ടുള്ളൊരു ഹോസ്പിറ്റലിൻ്റെ പേരും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു തൽക്കാലം ഈ പിന്നെ ഓപ്പറേഷൻ ഒന്ന് മാറ്റിവെക്കണം. അപ്പം പുള്ളി ഇങ്ങനെ അത്ഭുതപ്പെട്ടു. അതെന്താ? പൈസയൊക്കെ കൊടുത്തുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ കിഡ്നി തരുന്നത് പൂർവ്വജന്മത്തിലെ ശത്രുവാണ്. പൂർവ്വജന്മത്തിലെ ശത്രുവിൻ്റെ കിഡ്നി സ്വീകരിച്ചാൽ മൃത്യുവാണ് ഫലം. അന്ന് ഇപ്പോൾ കുറച്ചുകൂടെ മയമുണ്ട് എനിക്ക് പറയുന്നതിൽ. കാന്തല്ലൂരിലാണ്, ഉച്ചയ്ക്ക് 2 മണി സമയമാണ്. ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ യാതൊരു കാരണവശാലും ഈ കിഡ്നി ഇങ്ങോട്ട് സ്വീകരിക്കരുത്. അത് 80 ലക്ഷം രൂപ അങ്ങ് പോട്ടെ എന്ന് വെക്കണം. അപ്പോൾ ആശുപത്രിയുടെ അറേഞ്ച്മെൻറ്റ്സാണ്, അറിയാലോ. പിന്നെ അവർ കുപ്രസിദ്ധിയായി പല അവയവങ്ങൾ കച്ചവടത്തിൻ്റെ ഒക്കെ വലിയ കാര്യങ്ങളുമൊക്കെ വന്നു, അവരെക്കുറിച്ചുള്ള പേപ്പറിലൊക്കെ വന്നു. എന്തായാലും അന്ന് രാത്രി അദ്ദേഹം ആകെ അസ്വസ്ഥനായി. ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ വിശ്വസിക്കുന്നവർക്കേ ഉള്ളൂ. ഇല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കാന്തല്ലൂർ കാണാൻ ഭാര്യയോടൊപ്പം വന്ന ആൾ ഇവിടെ ഇങ്ങനൊരു സ്വാമി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് എൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ താങ്കൾക്ക് വരാൻ പോകുന്നത് കാരണം മൃത്യുവിൻ്റെ ഞാൻ എപ്പോഴും ഇതിൽ പറയില്ല, മൃത്യുവിൻ്റെ ലക്ഷണം മുഖത്ത് വരും. ലക്ഷണത്തിൽ മൃത്യു ലക്ഷണം വന്നാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്കുള്ള യാത്രകൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും. അതെല്ലാവരും ഉൾക്കൊള്ളണമെന്നും വിശ്വസിക്കണമെന്നുമില്ല. ഇപ്പോൾ അച്യുതനായർ സാറൊക്കെ കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. പണ്ട് കാലത്തെ ശക്തരായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അടിയുറച്ച് നിൽക്കുകയും അദ്ദേഹത്തിനെ ഇവിടെ മത്സരിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്ത കമ്മ്യൂണിസ്റ്റിൻ്റെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരെ പോലെ ആയിരുന്നാണെങ്കിൽ പോലും അദ്ദേഹം ആറ്റുകാൽ അമ്മയെക്കുറിച്ച് എഴുതിയ ചില ഗാനങ്ങൾ, ചില ഭക്തിഗാനങ്ങൾ അദ്ദേഹം എനിക്ക് കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. ഗംഭീരമായ വരികളാണ് പിന്നെ അദ്ദേഹം എഴുതുന്നത്. ദൈവവിശ്വാസം വേണമെന്നില്ല ദൈവത്തെ പ്രകീർത്തിക്കാൻ. അതുകൊണ്ടാണ് വയലാർ രാമവർമ്മ കണ്ടില്ലേ, ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ കാണുന്നൊക്കെ എഴുതുന്നത്. ദൈവത്തെ ഉള്ളുകൊണ്ടറിയുന്ന മനുഷ്യരാണ് അവരൊക്കെ. വയലാർ കമ്മ്യൂണിസ്റ്റായിരുന്നു, അച്യുതനായർ സാറ്, ബാലകൃഷ്ണൻ സാർ, ഇവരൊക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും അച്യുതാനന്ദ സാർ എനിക്ക് എൻ്റെ മുമ്പിൽ ഒരു വലിയ അത്ഭുതമാണ്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ രാവിലെ ജ്യോതിയുടെ ഈ ഗ്യാസിൻ്റെ അവിടെ പോയപ്പോൾ ഞാനും ടീച്ചറുടെ സഹോദരി ഗീത ചേച്ചിയുടെ അവിടെ കയറി. ഗീത ചേച്ചി എഴുതുന്ന ഒരാളാണെന്നും പറഞ്ഞ് എനിക്ക് വളരെ സന്തോഷം തോന്നി. എനിക്കൊരു പുസ്തകമൊക്കെ തന്നു. അപ്പം നല്ല മനുഷ്യരാണ്, നല്ല മനുഷ്യർ ഈ ഭൂമിയിൽ ഉള്ളത് കൊണ്ടാണ്. അമ്മയൊക്കെ ഉണ്ട്, അമ്മയൊക്കെ നല്ല ഒരുപാട് പേർക്ക് ഭക്ഷണവും സ്നേഹവും ഒക്കെ വാരിക്കോരി കൊടുത്തതാണ്. ഞാൻ അവരുടെ ഒരു കുടുംബക്ഷേത്രം ക്ഷയിച്ച് കിടക്കുമായിരുന്നു, അതൊക്കെ പണിയാനുള്ള അവസരമൊക്കെ എനിക്കുണ്ടായി. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള നല്ല മനുഷ്യരുണ്ട്. എന്തായാലും അങ്ങനെ നന്മകൾ മാത്രം ചെയ്ത ആ മനുഷ്യർക്ക് അവർക്ക് ഈ ദുര്യോഗം ഉണ്ടായത് എങ്ങനെയാണെന്നാണ് ഞാൻ നോക്കുന്നത്. കാരണം ഈ പ്രദീപിൻ്റെ 2 ദിവസം കഴിഞ്ഞ് അന്ന് രാത്രി എന്നെ ദുബായിലാണ് ജ്യോതി, അവർ കോളേജ് അവിടെ ദുബായിലുണ്ട്. ഡോക്ടർ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു സുനിൽജി ഞാനാണ് എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് കാണണമെന്ന് പറഞ്ഞു. ഞാൻ എറണാകുളത്ത് ചെന്നു. ഞാൻ എറണാകുളത്ത് ചെന്നിട്ട് ആദ്യം പറഞ്ഞത് ഇവരെ ഈ ആശുപത്രിയിലൊന്നൊന്ന് മാറ്റാൻ നോക്കണം, ഇദ്ദേഹത്തിന് വളരെ ദോഷകരമായ സമയമാണ്, മൃത്യു ലക്ഷണത്തിലുണ്ട് ജ്യോതി. ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കൊരു ക്ഷേത്രമുണ്ട്, ഒരു അമ്പലം, അത് ഒരു സെൻറ്റിനകത്താണ് ആവാനാണ് സാധ്യത. അതുകൊണ്ട് അവിടെ ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അതുകൊണ്ട് ഇദ്ദേഹം രക്ഷപ്പെടണമെന്നില്ല. കാരണം നമ്മൾ പൂർവ്വജന്മത്തിലെ ശത്രുവിൻ്റെ കിഡ്നി സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് അത് മാറണമെന്നില്ല. പക്ഷെ നല്ല മനുഷ്യനാണ് ആ പ്രദീപമൊക്കെ. വളരെ സിമ്പിളാണ്. അവരൊക്കെ ഒരുപാട് കാലം ജീവിച്ചിരിക്കേണ്ട ഒരുപാട് നന്മയുള്ള മനുഷ്യരാണ് അവരൊക്കെ തന്നെ. വളരെ വേദനയോടുകൂടിയാണ് ഞാൻ ഈ കാര്യം അവതരിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഇങ്ങനെ ദൈവം ശിക്ഷിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും അദ്ദേഹം അത് മാറ്റിവെക്കപ്പെട്ടു. അദ്ദേഹത്തിന് ദൈവഹിതം കൊണ്ട് ദൈവത്തിൻ്റെ വിഷ്ണുപാദത്തിൽ പോയി ലയിച്ചു.
അത് കഴിഞ്ഞപ്പോൾ ഞാനും പിന്നെ ജ്യോതിയും കൂടെ പോയിട്ട് ഈ ക്ഷേത്രം കണ്ടുപിടിച്ചു. 1 സെൻറ്റിനകത്തൊരു ക്ഷേത്രമായിരുന്നു. അവിടെ നമ്മൾ ക്ഷേത്രം കുടുംബക്ഷേത്രമൊക്കെ പണിയുകയൊക്കെ ചെയ്തു. ഇപ്പം ഞാൻ പറഞ്ഞു വന്ന ചില വിധികൾ, നന്മയുള്ള മനുഷ്യർക്കുണ്ടാകുന്ന ചില വിധികൾ, ജീവിതകാലം മൊത്തം അമ്മയും അച്ഛനും ജീവിച്ചിരിക്കുന്നു, സഹോദരങ്ങൾ ജീവിച്ചിരിക്കുന്നു, ബന്ധുക്കളെയും സഹോദരങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്ന മനുഷ്യർ, അവർക്കൊക്കെ ഇങ്ങനെ ദുഃഖങ്ങൾ കൊടുക്കണമല്ലോ ദൈവം. ശരിക്കും ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിക്കണമെന്ന് ഞാൻ ചോദിക്കും ചില സമയങ്ങളിൽ. അല്ലേ, നമ്മൾ ദുഃഖങ്ങളാണ്, ദുഃഖങ്ങൾ. അതിനിടയിലാണ് ഈ ഡോക്ടർമാർ ഇതുപോലെ കണ്ടില്ലേ, അവയവദാനമൊക്കെ ചെയ്യുന്ന ഡോക്ടർമാർ. അത് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല, എന്നാലും ഞാൻ പറയുന്നത് അതിന് ആ മനുഷ്യർ ഒരു അവയവത്തിന് വേണ്ടി അവിടെ ഓപ്പറേഷന് ചെല്ലുമ്പോൾ അവൻ്റെ വേറൊരു അവയവം കൂടെ എടുത്തു മാറ്റി പൈസ മേടിക്കുന്ന ആൾക്കാർ, അതിനൊക്കെ ദൈവം കൊടുക്കുന്ന വലിയ ദോഷ ദുരിതങ്ങൾ, ദുഃഖങ്ങൾ ഇതൊക്കെ ഉണ്ട്. മനുഷ്യപ്പറ്റില്ലാത്ത മനുഷ്യർ അല്ലേ. എനിക്ക് എൻ്റെ കണ്ണിൽ നിന്ന് മറയുന്നില്ല പ്രദീപ് ഇപ്പോഴും പിന്നെ അവിടെ കയറി വന്നത് അല്ലേ. അദ്ദേഹത്തിൻ്റെ കൊച്ചു മകനുണ്ട്, ഭാര്യയുണ്ട്. ഇത് മാറ്റിവെച്ചത് കൊണ്ട് മാത്രമാണ് മൃത്യു എന്നല്ല, അത്രയേ ഉള്ളൂ സമയം. പിന്നെ നല്ല മകനും ആ ഭാര്യ അവർ ഉത്തരവാദിത്തോടുകൂടി ജീവിക്കുന്ന, സ്നേഹത്തോടെ ജീവിക്കുന്ന, ഭർത്താവിനെ സ്മരിക്കുന്ന ഭാര്യമാരും ഒക്കെ, ഭാര്യയൊക്കെ നമുക്കുള്ളതില്ലേ. നമുക്ക് ചുറ്റും നമ്മളിങ്ങനെ ഓരോരുത്തരുടെ ദുഃഖങ്ങൾ കേൾക്കുമ്പോഴേ വലിയ, ഞാനിന്ന് ആ വീട്ടിൽ പോയിരുന്നു, ഗീത ടീച്ചറെ വീട്ടിൽ ചെല്ലിരുന്നു. അവർ എഴുതിയ പുസ്തകങ്ങളൊക്കെ തന്നു ഞാൻ പറഞ്ഞില്ല, ഞാൻ ടീച്ചറുണ്ടായി. അപ്പോൾ മനുഷ്യന് അവർക്കെല്ലാം ഇല്ലേ, സ്വത്തുണ്ട്, സമ്പാദ്യങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, ദൈവാധീനമുണ്ട്, മനുഷ്യരോട് ദയയുണ്ട്, കരുണയുണ്ട്. അതെല്ലാം ഉള്ള മനുഷ്യർക്ക് ദുഃഖങ്ങൾ ഈശ്വരൻ എന്തിനാണ് കൊടുക്കണേ? ഇവിടെ ദുഷ്ടന്മാർ എത്രയോ ഉണ്ട് അല്ലേ. ദുഷ്ടന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെയൊന്നുമില്ല, അവരുടേതായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ, പ്രത്യേകിച്ച് വികാരങ്ങളൊന്നുമില്ല. പക്ഷേ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവർക്ക് ദുഃഖങ്ങൾ കൊടുക്കുമ്പോൾ അമ്മ എത്ര ജന്മം ജനിച്ചാലും ഈ ദുഃഖം തീരൂ. എത്ര കാലം ജീവിച്ചിരിക്കുമ്പോൾ ആ മകനെക്കുറിച്ച് ഒരിക്കലെങ്കിലും ഓർക്കാതിരിക്കും. അപ്പോൾ അവരുടെ ഈ ജ്യോതിയുടെ വീടിൻ്റെ ഒരു പ്രത്യേകത, അവരുടെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. ആ പൂന്തോട്ടത്തിൽ ഒരു ഗണപതിയുണ്ട്. അപ്പോൾ ഇവരെല്ലാം സ്കൂളിൽ പോകുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു ഗണപതിയെ ഇങ്ങനെ പൂ അറുത്ത് കൊണ്ടുവന്ന ഗണപതിയുടെ മുമ്പിൽ വയ്ക്കും എന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും എല്ലാ ദൈവികമായ അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ വിധിയെ മറികടന്ന് പോകാൻ പറ്റിയിട്ടില്ല. അതിൽ ഒരു വലിയ ഒരു ദുഃഖമാണത്. ഞാനിന്ന് അവിടെ പോയി. നല്ല മനുഷ്യരാണ്, നല്ല മനുഷ്യർക്ക് ഈശ്വരൻ സത്കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും ദുഃഖം കൊടുക്കുന്നുണ്ടല്ലോ മനുഷ്യനെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലേ, നമ്മൾക്കൊന്നും അറിഞ്ഞുകൂടാ അല്ലേ. നമ്മുടെ അവയവങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ചോ, നമ്മുടെ ജീവിതം എത്ര കാലം ഉണ്ടെന്നതിനെക്കുറിച്ചോ നമ്മളിങ്ങനെ കൊട്ടാരങ്ങൾ, പണമില്ല സ്വാമി, എന്നെ വിളിക്കുന്ന 90% ആൾക്കാരും പണമില്ല സ്വാമി, പൈസയില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട്, ലോണ്, കുട്ടികൾ പഠിക്കുന്നില്ല, ഭയങ്കര സാമ്പത്തിക ഞെരുക്കമാണ്. ഇതിനപ്പുറത്തോട്ടൊരു ലോകം, അവർക്കൊരു പനി വന്നാൽ ഇല്ലേ, ഒരു ഭൂമിയുണ്ട്, ഭൂമിയെക്കുറിച്ചും വീടിനെക്കുറിച്ചും വസ്തുക്കളെക്കുറിച്ചും ഒന്നും, അത് മാത്രമേ ഉള്ളൂ ചിന്ത. അതുണ്ടാക്കുന്ന സംഘർഷങ്ങളെക്കുറിച്ച് ഒന്നും ഇല്ലാത്തവനൊരു കുഴപ്പമില്ല. നിത്യം ജോലി ചെയ്യണ അവനെ സംബന്ധിച്ചിടത്തോളം അവന് വൈകുന്നേരം കൂലി കിട്ടും, 2 എണ്ണം അടിച്ചുകൊണ്ട് പോയി കിടന്നുറങ്ങാം, അങ്ങനെയുള്ളവരും ഉണ്ട്. യാതൊരു പ്രശ്നങ്ങളില്ല ഒന്നിനെക്കുറിച്ച്, അങ്ങ് വളർന്നോളും ഇല്ലേ. നമ്മുടെ ചില ആൾക്കാരൊക്കെ പിള്ളേരെ ഇഷ്ടം പോലെ പിള്ളേരൊക്കെ ഉള്ളത് അവരങ്ങ് വളർന്ന് മറ്റുള്ളവരാകും. എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിൽ ഒരാൾ 11 മക്കളുണ്ടായിരുന്നു. ആ 11 മക്കളും രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. എനിക്കൊന്നും 11 പേർക്കുള്ള ഭക്ഷണം ഈ അച്ഛനമ്മമാരുണ്ടാക്കണ്ടേ. പക്ഷേ ഒരു ഏജ് കഴിഞ്ഞപ്പോൾ തന്നെ അവരെല്ലാം തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ സ്വയം പണം ഉണ്ടാക്കാനും ജീവിക്കാനുമായും പ്രാപ്തരായി അവർ ജീവിച്ചു. അങ്ങനെ ജീവിക്കുന്നവരുമുണ്ട്, പച്ചവെള്ളം കുടിച്ച് ജീവിക്കുന്നവരുമുണ്ട്, പണം ഉണ്ടായിട്ട് വീണ്ടും പച്ചവെള്ളം മാത്രം കുടിച്ച് ജീവിക്കേണ്ട അവസ്ഥ വന്നവരുമുണ്ട്, വായിൽ സ്വർണ്ണക്കണ്ടിയായിട്ട് ജീവിച്ചവർക്ക് പിന്നെ ഒന്നുമല്ലാതായി തീരുന്നവരുമുണ്ട്, പ്രതാപികളായ കാരണവന്മാരുണ്ടായിരുന്നിട്ട് സകല പ്രതാപവും അസ്തമിച്ച് കിടക്കാൻ സ്ഥലമില്ലാത്ത റോഡിൽ കിടന്നുറങ്ങിയവരുണ്ട് അല്ലേ. 2-4 ദിനം കൊണ്ടൊരു തണ്ടിലേറ്റി നടത്തുന്നതും മഹാൻ ഭവാൻ, മാളികാമൂലിലേറുന്ന മണ്ണിൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. മാളികാമൂലിരിക്കുന്ന മണ്ണിൻ്റെ തേരിൽ 2 ദിവസം കഴിയുമ്പോൾ വിഴുപ്പ് പാണ്ടക്കെട്ട് തൂക്കുന്നതും ഭവാൻ തന്നെയാണ്. എല്ലാം ഭവാൻ തന്നെയാണ്. അത് ജ്ഞാനപ്പാനയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മളതൊക്കെ ഒന്ന് ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് നേടി എന്ന് പറഞ്ഞാൽ അല്ലേ, കൗമാര സ്വപ്നങ്ങളും യൗവനങ്ങളും ജീവിതവും ഒക്കെ. പിന്നെ അത് മാറി നമ്മൾ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾക്ക് ഇടയിൽപ്പെട്ട് ഇന്നലെ കഴിഞ്ഞു പോയ ജീവിതത്തെക്കുറിച്ച് ഓർത്ത്, ഞാനെപ്പോഴും ബാല്യത്തെക്കുറിച്ച് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓർക്കും. എൻ്റെ ഇന്നിപ്പോൾ ജ്യോതിയെ കണ്ടപ്പോൾ ഞാൻ സ്കൂൾ ജീവിതത്തിനെക്കുറിച്ച് ഓർത്തു. ഞങ്ങൾ 4 മണിക്ക് 3:30 സ്കൂൾ വിടുമ്പോൾ എല്ലാവരും കൂടെ ബഹളം ഉണ്ടാക്കി പെട്ടി അടച്ചു വെച്ച് സ്കൂൾ വിട്ടല്ലോ ഇനി ഇന്ന് പഠിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഓടുന്നതും
ഏ അത് ആ ഒരു കാണും. ശനി ഞായർ വെള്ളിയാഴ്ച പോയാൽ 2 ദിവസം ഇനി ഇങ്ങോട്ട് വരണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന ജീവിതങ്ങളും, എന്നാൽ അത് മാത്രം പിന്നെ ബുക്കിനെ മാത്രം പുസ്തകപ്പുഴുവായി ജീവിച്ചിരുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. നമ്മളിങ്ങനെ നമ്മളെ പൂർവിക അങ്ങനെ നമ്മുടെ ബാല്യത്തിലേക്ക്, ശൈശവം ഒക്കെ വളരെ ഓർമ്മ കുറവായിരിക്കും, പക്ഷേ ബാല്യത്തിലും കൗമാരത്തിലും ഒക്കെ ഉള്ള നമ്മളെ ഓർമ്മകൾ, അത് പറയുമ്പോഴാണ് ഇന്നൊരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട്, സ്വാമി ഞാൻ പണ്ടൊരു പെൺകുട്ടിയെ പ്രണയിച്ചു. ഞാൻ ചോദിച്ചാൽ എന്നിട്ട് അവൾക്കറിയാമായിരുന്നു? ഓ അവൾക്കറിയത്തില്ലായിരുന്നു സ്വാമി. അതെങ്ങനെ? അവളെ എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ അവളിൽ സ്വപ്നം കണ്ടു, അവളെ കല്യാണം കഴിക്കാതെ സ്വപ്നം കണ്ടു, അവളെ വീട് വയ്ക്കുന്നതായിട്ടും അവിടെ കുട്ടികളായിട്ട് വളരുന്നതും അവളുമായിട്ട് ജീവിക്കുന്നതും ഒക്കെ സ്വപ്നം കണ്ടു. പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് അവൾ കല്യാണം കഴിഞ്ഞ പെണ്ണാണെന്ന്. എന്നിട്ട് കല്യാണം കഴിഞ്ഞ് അവൾ ഭർത്താവുമായിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണാണെന്ന് പിന്നീട് അറിഞ്ഞ്. എന്നിട്ട് അവളുടെ ഭർത്താവ് മരിച്ചു പോകണേന്ന് വെച്ചാൽ ഞാൻ ഡെയിലി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അവളെ ഭർത്താവ്, അപ്പം ഞാൻ നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, എനിക്ക് അവളില്ല അവളെ ഭർത്താവ് എങ്ങനെയെങ്കിലും അപകടത്തിൽപ്പെട്ട് മരിച്ചു പോകണമെന്ന് ഞാൻ എന്നും പോയി പ്രാർത്ഥിച്ചു സ്വാമി. എന്നിട്ട് ഇപ്പം ഞാൻ സ്വാമി അടുത്ത് കയറുമ്പോൾ ഞാൻ സ്വാമി എന്നെ ചീത്ത പറയുന്നത് എന്താ, അവളെ ഭർത്താവ് അങ്ങ് മരിച്ചുപോയി. ഞാൻ അങ്ങനെ അത് ക്യാൻസർ ബാധമൊന്ന് പെട്ടെന്ന് മരിച്ചുപോയി, എനിക്കിപ്പോൾ കുറ്റബോധം കൊണ്ട് നിൽക്കാൻ വയ്യ സ്വാമി. അപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചാൽ? ഇല്ല സ്വാമി, കല്യാണം തീരുമാനിച്ചിട്ടുണ്ട്, അവളെ പോലിരിക്കുന്ന ഒരു പെണ്ണ് തന്നെ. ഇപ്പോൾ അവൾ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് കണ്ടു, ഞാൻ പ്രാർത്ഥിച്ചു അവളുടെ ഭർത്താവിനെ കൊന്നു. നിങ്ങളിങ്ങനെ തുടങ്ങിയാൽ നിങ്ങൾ മനോരോഗിയായി പോകില്ലേ സുഹൃത്തെ? സ്വാമി നാളെ മുതൽ 5 ദിവസം ഇവിടെ ഉണ്ടല്ലോ സ്വാമി, മുറിപ്പാലത്തടി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ, ഞാൻ ഒന്ന് വന്ന് കണ്ടോട്ടെ. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ കണ്ടിട്ട് കാര്യമില്ല, ഇതിന് പരിഹാരമില്ല. ഇതിനെങ്ങനെ പരിഹാരം? നിങ്ങൾ ഒരു പെണ്ണിനെ കാണുന്നു, ആ പെണ്ണിനെ ആഗ്രഹിക്കുന്നു, ആ പെണ്ണുമായിട്ട് ജീവിത സ്വപ്നം കാണുന്നു, ആ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നു, വീട് വയ്ക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നു, എല്ലാം നിങ്ങളുടെ സ്വപ്നമാണ്. അപ്പോൾ ആ പെൺകുട്ടി വിവാഹിതയാണെന്നോ ആ വിവാഹം നിശ്ചയിച്ച് വിവാഹം കഴിഞ്ഞവളാണെന്നോ നിങ്ങൾ അറിയുന്നു. നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അയാളോട് നിങ്ങൾക്കൊരു ബന്ധമില്ലാത്ത അവളുടെ ഭർത്താവിനോട് നിങ്ങൾക്ക് വൈരാഗ്യം ഉണ്ടാകണം. ഇവിടെ എനിക്ക് നഷ്ടപ്പെട്ടു പോലും നിങ്ങൾ ഡെയിലി, ഞങ്ങൾക്ക് ഏത് അമ്പലമാണ്, ഞാൻ ഞെട്ടിപ്പോയി ആ ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞ കേട്ടപ്പോൾ. അവിടെ പോയി ഇയാൾ അവിടെ പോയി ഈ മറ്റവൻ ചത്തുപോകാൻ, ഈ പെണ്ണിൻ്റെ ഭർത്താവ് എങ്ങനെയെങ്കിലും ചത്തുപോകണേ, എനിക്ക് അവളെ കിട്ടണേ, അവൾ എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റും, ഇയാൾ പ്രാർത്ഥിച്ച് ഈ പോട്ടാൻ വല്ല കാര്യമുണ്ട്. അയാൾ ക്യാൻസർ വന്ന് മരിച്ച് ഇയാൾ എന്നിട്ട് കല്യാണം ആലോചിക്കാതിരിക്കുമ്പോഴാണ് അച്ഛനും അമ്മയും കൂടെ നിർബന്ധിച്ച് ഇയാളെ പിന്നെ വിവാഹം ഉറപ്പിക്കുന്ന സമയത്താണ് മറ്റേ പെൺകുട്ടിയുടെ ഭർത്താവ് മരിച്ചതായിട്ട് അറിയുന്നതോ എന്തോ ചെയ്യുന്നത്. അത് ഇതുമായിട്ട് സാമ്യമുണ്ട്. നമ്മളിതിന് എന്ത് ഫലമാണ് പറയേണ്ടത്? നമ്മളിത് ആരുടെ കൂടെ നിൽക്കണം? ആ ചെറുപ്പക്കാരൻ്റെ കൂടെ നിൽക്കണോ, അതോ മരിച്ചുപോയ പെൺകുട്ടിയോടെ നിൽക്കണോ, അതോ ഈ കല്യാണം കഴിച്ച് പോകുന്ന ഈ പെൺകുട്ടിയോടെ നിൽക്കണം? ഞാനപ്പോൾ ഇവിടെ പൂർവ്വജന്മം എടുത്തപ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള അവസ്ഥ. ഞാൻ നിങ്ങളെ ഗൃഹനിലയൊന്ന് അയച്ചു തരാൻ. എനിക്ക് അദ്ദേഹം ഗൃഹനില അയച്ചു തന്നു. ഗൃഹനില അയച്ചപ്പം ഈ 2 പെൺകുട്ടികളെ പൂർവ്വജന്മത്തിൽ ചതിച്ചതാണ് ഇയാൾ. 2 പെൺകുട്ടികൾ കാരണം ഈ ജന്മത്തിൽ ദുരിതം അനുഭവിച്ചേ പറ്റൂ. ഇയാളുടെ മനസ്സിൽ നിന്ന് അത് പോകില്ല. കാരണം മറ്റേ പെൺകുട്ടി, ഇയാൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച പെൺകുട്ടി വിവാഹം കഴിക്കാൻ വിധവയായി. ഈ പെൺകുട്ടിയെ ഇയാൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഇത് നല്ല പെൺകുട്ടിയാണ്. എന്ത് ചെയ്യാനാണ്? ഞാൻ പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ എൻ്റെ അടുത്ത് പറയരുത്. എനിക്കിതിനകത്ത് ഫലം പറയാൻ പറ്റില്ല. ഞാൻ 2ൻ്റെ ഇടയിലാണ്. ഇതെന്ത് ആരെ സ്വീകരിക്കുക? ഞാൻ പറഞ്ഞു നിങ്ങളിനിപ്പോൾ നിങ്ങൾ അവളുടെ അടുത്ത് ചെന്നാൽ തന്നെ ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞു എന്ന് വിചാരിക്കുക. ആ കുട്ടി വിവാഹ ക്ഷണക്കത്തോടെ അടിച്ചു വെച്ചേക്കാണ്. നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ ആ വിധവയായ പെൺകുട്ടിയുടെ മനസ്സിൽ ക്യാൻസർ ബാധ വന്ന് മരിച്ച ഭർത്താവിൻ്റെ മനസ്സിൽ ഇനി എനിക്കൊരു വിവാഹം വേണ്ട, ആ വേദന അനുഭവിച്ച് മരിക്കുക. ആ മനുഷ്യൻ അവസാനം കൈപിടിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനി എത്ര ജന്മം എടുത്താലും നിൻ്റെ ഭർത്താവായിട്ട് നീ എനിക്ക് ഭാര്യയായിട്ട് വരണമെന്ന് വിചാരിച്ച ആൾ മരിച്ചു കാണും. അയ്യോ അങ്ങനെയൊക്കെ വരുമോ സ്വാമി? ഞെട്ടി. ഞാൻ പറഞ്ഞു പിന്നെ വരാതെ, ഇത് കഥയല്ലല്ലോ, എൻ്റെ അടുത്തോട്ട് വരരുതേ സുഹൃത്തെ എന്ന് ഞാൻ പറഞ്ഞു. എന്നെ ഒരു 3-4 തവണ വിളിച്ചു, സ്വാമി ഇതിനെനിക്കൊരു പരിഹാരം, ഞാൻ എന്നാൽ ഈ കല്യാണവും വേണ്ടാന്ന് വെക്കട്ടെ, എനിക്ക് വിവാഹമേ വേണ്ടാന്ന് വെക്കട്ടെ. പുള്ളി താറുമാറായി, മനസ്സിൻ്റെ സകലവും തകർന്നു പോയി. ഇവിടെയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ വിധിയുണ്ടല്ലോ, അമ്മയും ആ സഹോദരങ്ങളും മക്കളുമായിട്ടൊക്കെ ഒരുമിച്ച് ജീവിച്ച് കൊണ്ടിരിക്കുമ്പം ഇങ്ങനെ മരുമക്കളും ഓരോരുത്തരും മരിക്കുന്നു അല്ലേ? എത്ര ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ പരിഹാരം ഉണ്ടെന്ന് പറഞ്ഞാലും ഓരോരുത്തരായിട്ട് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പം മക്കളും മകൻ പോകുന്നു, മരുമക്കൾ പോകുന്നു. സഹിക്കാൻ പറ്റണ്ടേ, താങ്ങാൻ? അമ്മയൊക്കെ കാല് തൊട്ട് തൊഴണം. നല്ലൊരു അമ്മയാണ് ജ്യോതിയുടെ അമ്മ, ഡോക്ടർ ജ്യോതിയുടെ അമ്മ. ഇത് കണ്ട ഈ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ. ദൈവം എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്കറിഞ്ഞൂടാ. ദൈവത്തിൻ്റെ കുറേ വികൃതികളുണ്ട് ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും.
അങ്ങനെയൊന്നും ചെയ്യരുതല്ലേ? എന്തിനങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മളിത് ആരോട് പറയാൻ? ഇനിയിപ്പോൾ ഇയാളിനിപ്പോൾ ഞാൻ കൈവിട്ടല്ലോ, എനിക്ക് പരിഹാരമില്ല പറഞ്ഞു കൊടുക്കാൻ. ഇനി വല്ല ജ്യോതിഷന്മാർ പണ്ഡിതന്മാരുണ്ട്, 2% മറ്റേ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കണ ചില ജ്യോതിഷ പണ്ഡിതം. 98% ആൾക്കാരും അങ്ങനെയല്ല. പിന്നെ കുറേ പൂജാരിമാരും ഉണ്ട്. പിന്നെ പാരമ്പര്യമായിട്ട് ഉള്ള വലിയ വലിയ തന്ത്രശാസ്ത്രങ്ങൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ, പാരമ്പര്യത്തിൻ്റെ വീട് മാത്രമേ കാണുള്ളൂ, പിന്നെ ആ പേരും കാണും. ആ പാരമ്പര്യത്തിൻ്റെയൊക്കെ അവസാനം എടുത്താൽ നമ്മൾ ഒരുപാട് കഥകൾ കേൾക്കും. അതൊന്നും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയൊക്കെ ചെന്നപ്പെട്ട് അവർ കുറേ പൂജാ പരിഹാരങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ മനസ്സ് മാറ്റിത്തരാം എന്ന് പറഞ്ഞ് മനസ്സിൻ്റെ മാറ്റമൊക്കെ ഉണ്ടാക്കി പൂജയും ചെയ്ത് തിരിച്ചു വരുമ്പോഴും പുള്ളി കിടന്നിട്ട് ഉറങ്ങുമ്പോൾ വീണ്ടും ആ പെണ്ണിൻ്റെ രൂപം തന്നെ കാണും. അങ്ങനെ പൂജ ചെയ്ത് ആരുടെയെങ്കിലും മനസ്സിൽ എന്തെങ്കിലും മാറ്റാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? വെറുതെ കുറേ പണം ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ആദ്യം പറയും, ഇതൊന്നും പൂജ കൊണ്ട് മാറ്റാൻ പറ്റില്ല. പൂജ കൊണ്ട് ഒരു ആളുടെ മനസ്സിനെയും നിയന്ത്രിക്കാനോ മാറ്റാനോ പറ്റില്ല. ആഭിചാരം എന്ന് പറയുന്ന സാധനമുണ്ട്, അത് ഉള്ളിപ്പോയാൽ ശക്തി തന്നെയാണ്. ആഭിചാരം ചെയ്താൽ ചെയ്തവൻ തിരിച്ചടിക്കും, അവൻ തീർന്നു പോകും. ചെയ്തവനും 6-1 വരും, ചെയ്യിപ്പിക്കുന്നവനും വരും, ചെയ്ത് പിന്നെ ഫലം കിട്ടിയവനും 1% വരും. ബാക്കി പിന്നെ ഇത് ചെയ്യുന്നവനേക്കാൾ കൂടുതൽ ചെയ്യിപ്പിക്കുന്നവൻ. ഇല്ല, രാവിലെ എഴുന്നേറ്റ് വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോയി മറ്റേ അപ്പുറത്തെ വീട്ടിൽ അവൻ നശിച്ചു പോകണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടെന്ന് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു. ഭയങ്കര പ്രാർത്ഥനയാണ് സ്വാമി. നിന്നെ ഇന്ന് കാണിച്ചു തരാം, നീ ഇതാ അനുഭവിക്കാൻ പോണതേ ഉള്ളൂ സ്വാമി, ഇന്നും അവൻ എൻ്റെ മുമ്പിൽ കൂടെ ഇറങ്ങിപ്പോയി, അവൻ അനുഭവിക്കണില്ലല്ലോ സ്വാമി എന്നിങ്ങനെ പറഞ്ഞാൽ എനിക്ക് കേൾക്കാം. ഞാൻ പറഞ്ഞത് സ്വയം അനുഭവിക്കുക എന്നായിട്ട് ദൈവം നീ പറഞ്ഞത് തന്നെ ആയിക്കോട്ടെ, നീ പറയുന്ന അനുഭവം നിനക്ക് തന്നെ ഉണ്ടായിക്കോട്ടെ എന്ന് ഈശ്വരൻ പറഞ്ഞു എന്ന് നമ്മളങ്ങ് വിചാരിക്കുക അല്ലേ? അങ്ങനെയല്ലേ? എന്തൊരു മനുഷ്യരാണ്. ഞാനിതൊക്കെ കേട്ട് കുറേയൊക്കെ ഞാൻ പരിഹാരങ്ങളൊക്കെ പറഞ്ഞു. പൂജ പരിഹാരങ്ങളും അമ്പല പരിഹാരങ്ങളും വഴിപാടുകളൊന്നും ഇല്ല. ചിലർക്ക് വിശ്വാസം അനുസരിച്ച് അടിത്തറ, ഞാനിവിടെ അവിടെ പോയത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അവിടെയൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമുണ്ട്. ഈ ഡോക്ടർ ജ്യോതിയുടെ സ്ഥലത്ത് ഈ മധുര മരുതഭദ്രകാളി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. നമ്മൾ തിരുവനന്തപുരത്തെ കുറേ റൂറിലെ നെടുമങ്ങാടിൻ്റെ അപ്പുറത്തേക്കാണ്. അവിടെ അതിനടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ആൾക്കാർ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വസ്തു വിൽക്കുന്നില്ല എന്ന് പറഞ്ഞു വന്നു. ഞാൻ പറഞ്ഞു, ഒരു പിടി പണം മരുതഭദ്രകാളി ക്ഷേത്രത്തിൽ നടയെ കൊണ്ട് വെച്ചേക്ക് നിങ്ങൾ, അതാരെങ്കിലും എടുത്തുകൊണ്ട് പോകും. കാരണം അമ്പലം മാസത്തിലൊരിക്കലേ തുറക്കാറുള്ളൂ. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടെ വസ്തു വിറ്റുപോയി. അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? ഒരാൾ എപ്പോഴും എന്നെ വിളിച്ചിട്ട് പോയ, സ്വാമി കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഞാൻ സ്വപ്നം കാണുകയാണ്. എന്താണ്? ഒരു ശവം ഇങ്ങനെ കുറേ പേര് ചേർന്ന് കൊണ്ടുപോവാണ്. ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകണു? അപ്പം ഞാൻ ചോദിച്ചു, അതറിഞ്ഞൂടാ, ഏതോ ഒരു വഴി. നിങ്ങൾ ആ സമയത്ത് എവിടെ നിൽക്കുകയാണ്? ഞാൻ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ സ്വാമി, പക്ഷെ ഞാൻ കാണുന്നുണ്ട് എൻ്റെ മുമ്പിൽ കൂടി ഒരു ശവം കൊണ്ടുപോവാണ്. ഞാൻ ആരാണ് കൊണ്ടുപോകുന്നത്? അത് കുറേ പേര് ചെണ്ട്, 1-ലധികം പേരുണ്ട്. ഈ ശവം ഡെഡ് ബോഡി 2 പേര് ചുമന്നിട്ടുണ്ട്, കുറേ പേര് അതിൻ്റെ പുറകിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫലം ഒന്നും അറിയാൻ വേണ്ടിയാണ് സ്വാമി, വല്ല കുഴപ്പമുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ശവം നിങ്ങളുടെ മുമ്പിൽ കൂടി കൊണ്ടുപോകുന്നത് സ്വപ്നം കണ്ടാൽ, നിങ്ങൾ ദേശത്തിനപ്പുറത്തുള്ള സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഗൃഹത്തിലുള്ളവർക്കോ മൃത്യുവിനെക്കുറിച്ചുള്ള മൃത്യുഭയം പറയണം എന്നാണ്. അയ്യോ എന്ന് പുള്ളി ഒരു വിളി വിളിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടാകണം എന്നില്ല. നിങ്ങൾ കണ്ട ഒരു ഭയം, നിങ്ങൾ കണ്ട സ്വപ്നത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾ കാണുന്ന സ്വപ്നത്തിൻ്റെ ഫലം അല്ലേ? ശവം കൊണ്ടുപോകുന്നതായിട്ട് കുറേ പേര് ശവം കൊണ്ടുപോകുന്നതായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഭരണം ഉണ്ടാകും. നിങ്ങൾക്ക് ദേശം വിട്ട്, ഞാൻ കടൽ കടന്ന് ജീവിക്കുന്നവർക്കുണ്ടാവാം. കടൽ കടന്ന് ജീവിക്കുന്നവർക്ക് മരണഭയം ഉണ്ടാവാം, മൃത്യു സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളുണ്ടാകാം. സ്വന്തം ഗൃഹത്തിലെ ആൾക്കാർക്കും മരണസമയം ഉണ്ടാകും. ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്തൊരു പെൺകുട്ടി പറഞ്ഞു, അവൾ ഈ മരിച്ചവരെ ഇങ്ങനെ സ്വപ്നം കാണും. അതൊരു നല്ല സ്വപ്നമല്ല, നല്ലൊരു സിംറ്റം അല്ല അങ്ങനെ കാണുന്നത്. എന്തായാലും എന്ത് കാരണങ്ങൾ കൊണ്ട് കാണുന്നതാണ്. അവർ പിന്നെ മരിക്കുന്നതായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു. അത് ഒരു ലെയറുമായിട്ടുള്ളൊരു ബന്ധമാണ്. അതൊരു വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് പിന്നെ സംസാരിക്കാം ഞാൻ അതിനെക്കുറിച്ച്. അപ്പോൾ പൂരുരുട്ടാതി നക്ഷത്രമാണ്. ഓണം കഴിഞ്ഞിട്ടുള്ള പൈസയൊക്കെ ചിലവാക്കി അല്ലേ, ഓണം നല്ലവണ്ണം ആഘോഷിക്കുകയും ആഘോഷിക്കാതിരിക്കുകയും ആഘോഷത്തിൻ്റെ മത്ത് പിടിച്ച് ആ മത്തൊക്കെ ഇറക്കുന്നതിന് മുമ്പ് പൂരുരുട്ടാതി വന്ന് കയറി. വേറെ ദോഷങ്ങളായിട്ടെന്ന് പറഞ്ഞാൽ പ്രധാന ദോഷങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് വാഹനങ്ങളിൽ നിന്നുള്ള ദോഷം, ഇരുമ്പ് സാധനങ്ങളിൽ നിന്നുള്ള ദോഷം. ഇരുമ്പ് സാധനങ്ങൾ എന്തുണ്ടോ അതിൽ നിന്നെല്ലാം ദോഷമുണ്ടാകാം. നാൽക്കാലികളിൽ നിന്നുള്ള ദോഷം. നാൽക്കാലികൾ ഞാൻ ഒരു എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത ഒരു നായ അപ്പുറത്തൂടെ പോവുകയാണെങ്കിലും ഈ പൂരുരുട്ടാതി നക്ഷത്രക്കാരൊന്ന് ചിന്തിക്കണം. കാരണം നമുക്ക് വെറുതെ നടക്കാൻ പറ്റാത്ത എല്ലും തോലുമായ നായ ഒരു കല്ലെടുത്ത് നമുക്കൊരു എറിയാൻ തോന്നിയാൽ അത് കുതിച്ച് ചാടി വന്ന് നമുക്കൊരു കടി തന്നിട്ട് പോകും. ചിലന്തി വിഷം, ചിലന്തി വലകളാൽ വീട്ടിൽ ചിലന്തി വലകളുണ്ടെങ്കിൽ ആ ചിലന്തി വല ഓണത്തിന് മുമ്പ് അടിച്ചു കളയണം. കംപ്ലീറ്റ് ആയിട്ട് വൃത്തിയാക്കി
പറ്റുമെങ്കിൽ പണമുണ്ടെങ്കിൽ ഒരു ശുദ്ധികലശം, ഒരു സുദർശന ഹോമമോ ഗരിഗണപതി ഹോമവും ചെയ്യേണ്ടത് വളരെ നല്ലതായിരിക്കും. ഓണത്തിൻ്റേതായിട്ടുള്ള മധുര സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓണക്കാലം ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരുപാട് കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്നാലും പ്രമേഹമുള്ളവർ മധുരം കഴിക്കുന്നത്, അമിതമായ മധുരം കഴിച്ച് ഉദരരോഗം ഉണ്ടാകാതിരിക്കാനും പ്രമേഹം കൂട്ടാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.